എന്നുള്ളതാണ് പറയുന്നത്. ഖസായിസുൽ കിതാബത്തിൽ അഖ്ബിയ്യ അൽ-ലുഗവി. രണ്ടാമത്തേത് മീസാത്തുൽ കിതാബത്തിൽ 3 അൻതു ഷാഇഹ അൽ-മറാദിർ. പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതർ എന്തൊക്കെ, അതുപോലെ മസാദിർ മറാജി എഴുതുന്നതിന് സ്വീകരിക്കുന്ന ഫോർമാറ്റുകളുണ്ട്. 3 കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാം. ഖസായിസുൽ അക്കാദമിയിലെ 3-4 നമ്മൾ ഇന്നലെ ഓർഡർ പറഞ്ഞു. അടുത്തത് അൽ വുദൂഹ്, എക്സ്പ്ലിസിറ്റ്നെസ്. കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ. എക്സ്പ്ലിസിറ്റ്നെസ് അല്ലെങ്കിൽ ക്ലാരിറ്റി എന്ന് പറയാം. ഈ ക്ലാരിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ തിയറി ഭാഗങ്ങൾ കുറച്ച് വേഗത്തിൽ ഓടിച്ചു പോവാണ്. നമുക്ക് എക്സാമ്പിൾസ് കുറച്ച് ഊന്നി പറയാം. ഓക്കെ, സമയക്കുറവ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ക്ലാരിറ്റി വേണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എഴുത്തിൽ കൊണ്ടുവരുന്ന ഐഡിയാസ് അവർക്കിടയിൽ നല്ലൊരു കണക്ഷനും ഒരു ലോജിക്കൽ ഫ്ലോയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള എഴുത്തായിരിക്കണം എന്നുള്ളതാണ്. അതായത് പാരഗ്രാഫ്സ്, സെന്റൻസ്, മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സ്, സബ് ആയിട്ട് വരുന്ന ഫറഈ ആയിട്ട് വരുന്ന ഹെഡിങ്സ് ഒക്കെ നല്ല കൊഹസീവ്ലി ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു എക്സ്പ്ലിസിറ്റ്നെസിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിഖത്ത് എന്ന് പറയുന്നത്. പ്രസിഷൻ, എഴുത്തിന് ദിഖത്തോട് കൂടിയിട്ടുള്ള ഒരു എഴുത്തായിരിക്കുക എന്നുള്ളതാണ്. അത് ഈ ഒരു വുളൂഹ് എന്ന ക്വാളിറ്റിയെ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്നെസ് എന്ന ക്വാളിറ്റിയെ എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ്. എങ്ങനെയാണ് പ്രിസൈസ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയുക? ഹൗ ടു നമ്മൾ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഉദാഹരണത്തിന് വോയിസ് കട്ടാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ചില സമയത്ത് കട്ടാവുന്നുണ്ട്. ഉദ്ദേശിച്ച കാര്യം സ്പെസിഫൈ എന്നത്. ഇതൊരു മൂമെന്റ് പറയപ്പെട്ട ഒരു സ്റ്റാൻസ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ ഒരു ദിറാസ സ്റ്റഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല അന്ന ത്വരീഖത്തുൽ ജദീദ ഫി തദ്രീസ്, നമ്മൾ ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന നൂതനമായിട്ടുള്ള മാർഗങ്ങൾ തുസാഇദു തുല്ലാബ ബിശക്കിൽ കബീർ, വിദ്യാർത്ഥികളെ വലിയൊരളവിൽ സഹായിക്കുന്നു, അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഈ ഒരു സ്റ്റഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതില് എന്തൊക്കെ മുബഹമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ത്വരീഖത്തുൽ ജദീദ ഫി തദ്രീസ് എന്ന് പറയുമ്പോൾ ടീച്ചിങ്ങിന് ഒരുപാട് പുതിയ മെത്തേഡുകൾ ഉണ്ട്, ഒറ്റൊരു മെത്തേഡ് അല്ല. അത് ഏതാന്ന് ഇവിടെ സ്പെസിഫിക് അല്ല. അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഏത് ഗ്രേഡിലുള്ള കുട്ടികൾ എന്ന് ഇവിടെ നിശ്ചിതമല്ല, നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഏത് സ്റ്റാൻഡേർഡിൽ വരുന്ന കുട്ടികളാണ് എന്നുള്ളത്. പിന്നെ ബിശക്കിൽ കബീർ, വലിയൊരു അളവിൽ സ്വാധീനിക്കുന്നു, സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഏത് മേഖലയിലാണ് വലിയ അളവിൽ സഹായിക്കുന്നത് എന്നതും ഇവിടെ നിർണയിക്കപ്പെട്ടിട്ടില്ല, തഹദീദ് ചെയ്തിട്ടില്ല. അപ്പോ അതൊക്കെ തഹദീദ് ചെയ്തുകൊണ്ട് എഴുതുമ്പോഴാണ് പ്രിസൈസ് ആയിട്ടുള്ള ഒരു എഴുത്തായിട്ട് മാറുന്നത്. അതിനുള്ള ഉദാഹരണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. തുഷീറു ദിറാസ إلى أن تطبيق أسلوب التعلم القائم على الاستقصاء في منهج العلوم للصف الثامن تسهم بشكل كبير في تعزيز مهارات التفكير النقدي والتحصيل الأكاديمي العام للطلاب. The study indicates that implementing an inquiry-based learning approach in the 8th grade science curriculum significantly contributes to enhance ഈ ത്വരീഖത്തുൽ ജദീദ എന്ന് പറഞ്ഞത് ഏത് ത്വരീഖാണെന്ന് ഇവിടെ തഹദീദ് ചെയ്തു.
اسلوب التعلم القائم على الاستقصاء. ഓക്കെ, ഇംപ്ലിമെന്റിംഗ് ആൻഡ് എൻക്വയറി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ. പിന്നെ ഫി മൻഹജിൽ ഉലൂം, ഏത് ഫീൽഡിലാണെന്നും പറഞ്ഞു, ഏത് ഫീൽഡിലുള്ള ലേണിംഗിലാണ് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ ലിസ്സാമി, ഏത് ഗ്രേഡിലുള്ള സ്റ്റുഡൻസിനാണ്, അതുപോലെ ഏത് മേഖലയിലാണ് അത് സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ സഹായിച്ചിട്ടുള്ളത്. ഫി തഅസീസി മഹാറാത്തി തഫ്കീർ നഖദി വതഹ്സീൽ അക്കാദമി ആം ലിത്തുല്ലാബ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും തഹദീദ് ചെയ്തു. ഇതിലൂടെയാണ് ഈ ഒരു എഴുത്ത് പ്രിസൈസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം കൂടെ പറയാം. അൽ അത്ഫാൽ ഫിൽ മദ്രസ യതഅല്ലമൂന അഷ്യാഅൻ കസീറ. സ്കൂളിലെ കുട്ടികള് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഈ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് ഏതാന്ന് ഇവിടെ ബിദ്ലബ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ തഹദീദ് ചെയ്യുക. അൽ അത്ഫാൽ ഫിൽ മദ്രസ യതഅല്ലമൂന മഹാറാത്തുൽ ഖിറാഅ വൽ കിതാബ വൽ ഉലൂമുൽ അസാസിയ്യ വമഹാറാത്തു തഫ്സീർ നഖദി. കുട്ടികൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നു, അതുപോലെ ബേസിക് ആയിട്ടുള്ള അറിവുകൾ നേടുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ എബിലിറ്റി നേടുന്നു എന്ന് സ്പെസിഫിക് ആക്കി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പ്രസിഷൻ നമ്മുടെ എഴുത്തില് കൊണ്ടുവരാ എന്നുള്ള. അടുത്ത ഒരു ഫീച്ചർ ആണ് അന്നഖദിയ. ഓടിച്ചു പറയാണ് കേട്ടോ, അന്നഖദിയ ക്രിട്ടിക്കൽ ആയിരിക്കുക എന്നുള്ളത്. ക്രിട്ടിക്കൽ ആവുക എന്ന് പറയുമ്പോൾ അത് എവിഡൻസ് ഒക്കെ വളരെ ഡീപ്പായി തന്നെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ അത് ക്ലാരിഫൈ ചെയ്യിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് എഴുത്തിൽ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ക്രിട്ടിക്കൽ ആയിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൈഫ തുക്തബു നഖദിയൻ, എങ്ങനെയാണ് നമുക്ക് ക്രിട്ടിക്കലി ക്രിട്ടിക്കൽ ആയിട്ട് എഴുതാൻ കഴിയുന്നത് എന്ന് പറയാം. ഇസ്തിഖ്ദാമു മജ്മൂഅ മിനൽ മസാദിർ ലിതത്വീറിൽ ഹുജ്ജ, നമ്മുടെ ആർഗ്യുമെന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റേഞ്ച് ഓഫ് സോഴ്സസ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു വിഷയത്തിൽ എഴുതുമ്പോൾ സമാന വിഷയത്തിൽ പാരലായിട്ട് നടന്നിട്ടുള്ള സ്റ്റഡികളെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ള സ്റ്റഡികളിൽ നന്നായി മനസ്സിലാക്കുകയും അതുപോലെ തന്നെ തഹ്ലീൽ വതഖയീമുൽ മഅലൂമാത്ത് മിൻ മസാദിരിൽ ഉഖ്റ, സമാന വിഷയത്തിൽ നടന്നിട്ടുള്ള സ്റ്റഡികൾ അല്ലെങ്കിൽ ആ സോഴ്സുകളിലെ ഇൻഫർമേഷനുകൾ അതിൽ അവര് റേറ്റ് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതെങ്ങനെ? അതിൽ വന്നിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മൾ തഹദീദ് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു വായനക്കാരന്, ഇത് നമ്മുടെ എഴുത്ത് വായിക്കുന്ന ആൾക്ക് എഴുത്തുകാരന്റെ ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻസ്, ഒരു മൗഖിഫ് ആ എഴുത്തിൽ ഉൾക്കൊള്ളിക്കുക. അത് വായിക്കുന്ന ആൾക്ക് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഗവേഷകന്റെ എഴുത്ത് അത് എത്രത്തോളം അക്യുറേറ്റഡ് ആണ്, അപ് ടു ഡേറ്റ് ആണ്, പ്രിസൈസ് ആണ്, അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൈലുകൾ ഈ ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് അതിനോട് യോജിച്ചിട്ടുള്ളതാണോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇത് വായിക്കുന്ന ആൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധ്യതകൾ എഴുത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു ഫീച്ചർ ആണ് ഹസർ, ഹെഡ്ജിങ് എന്ന്. അത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാല് എങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാല് ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ ചില നമ്മൾ പറയുന്ന ചില പ്രസ്താവനകളെ അത് നമുക്ക് കൺഫേംഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഡോക്യുമെന്റഡ് ആയിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലെ നമ്മൾ ഡിഫിനിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസേർട്ടീവ് ആയിട്ടുള്ള വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ കൺഫേംഡ് അല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ തഅ്കീദിന്റെ പ്രയോഗങ്ങളെ ഉപയോഗിക്കാതിരിക്കുക. അത്തരം സിറ്റുവേഷനുകളിൽ ഈ എഴുത്തുകാരന് തൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ യോജിച്ചിട്ടുള്ള ഒരു അഭിപ്രായം അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനുള്ള ഇബാറത്തുകൾ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇസ്തിഖ്ദാമു ളുറൂഫിൽ മശ്റൂത അവ സിഫാത്ത് യൂസിങ് കണ്ടീഷണൽ അഡ്വർബ്സ് ഓർ അഡ്ജക്റ്റീവ്സ്. ഇപ്പോ
നമുക്കൊരു സാധ്യതയെ അറിയിക്കാൻ പറ്റുള്ളൂ. ഉറപ്പിച്ച് നമുക്ക് ഒരു കാര്യത്തെ നമുക്ക് അങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റൂല. അത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് തഅക്കീദ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോ ഇസ്തിഖ്ദാമു ളുറൂഫിൽ മശ്റൂത്ത അവി സിഫാത്ത്, അതായത് കണ്ടീഷണൽ അഡ്വേർബ്സ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് മിനൽ മുതവഖി അൻ, മിനൽ മുഹ്തമൽ, ഒരു പോസിബിലിറ്റിയെ അറിയിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കുക അത്തരം കോണ്ടസ്റ്റുകളിൽ. അതുപോലെ മിനൽ മുംകിൻ, മിനൽ മുംകിൻ അൻ യുഖാൽ എന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ. ഒരു ഉദാഹരണം പറയാം. സയസ്തമിർ അദദുൽ ആതിലീന അനിൽ അമൽ ഫിൽ ഇർതിഫാ മഅ ഇസ്തിംറാറിൽ വദിൽ ഇഖ്തിസാദി സയ്യി. The number of unemployed is will continue. സയസ്തമിർ ഇത് നമുക്ക് ഉറപ്പിച്ചെന്ന് പറയാൻ പറ്റൂല, ഒരു സാധ്യത അറിയിക്കുകയാണ്. അങ്ങനെ ആകുമ്പോ നമ്മൾ ഒരിക്കലും വിൽ കണ്ടിന്യൂ, വിൽ എന്ന വേർഡ് വെച്ചിട്ട് സയസ്തമിർ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. നേരെ മറിച്ച് അതിന് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ ഇത് ഈ പറയപ്പെട്ട കണ്ടീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും അഡ്വേർബ്സോ അഡ്ജക്റ്റീവ്സോ വെച്ച് നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ മിനൽ മുതവഖിഅ അയ്യസ്തമിർ അദദുൽ ആതിലീന അനിൽ അമൽ ഫിൽ ഇർതിഫാ മഅ ഇസ്തിംറാർ വദൽ ഇഖ്തിസാദി സയ്യി. അപ്പോൾ വിൽ കണ്ടിന്യൂ എന്നുള്ളതിനെ എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ എന്ന രൂപത്തിലേക്കാക്കി മാറ്റി എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഒരു പോസിബിലിറ്റി എന്നുള്ള രീതിയിൽ ആക്കി എഴുതാം. അടുത്തത് ഇത്തരം ഒരു ഹദറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു രൂപമാണ് യൂസിങ് ഹെഡ്ജിംഗ് വെർബ്സ്. ഇസ്തിഖ്ദാം അൽ അഫ്ആലു തഹ്വുതിയ്യ, ഹെഡ്ജിംഗ് വെർബ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തമീലു ഇല, യഫ്തറിലു അൻ, യുഷീറു, ലഖദ് തമ്മ ഇഖ്തിറാഹ്, അല്ലെങ്കിൽ യബ്ദു വാദിഹൻ, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. യുലാഹൗ അന്ന മുതഹദ്ദിസൽ ലുഗൽ ഇൻഗ്ലീസിയ്യ മിൻ ഗൈരി നാതിഖീൻ അസ്ലിയീൻ യമീലൂന ഇലൽ ഇഅ്തിമാദ് ബിദറജ അക്ബർ അലാ ലുഗതിഹിം അൽ ഉം. It is observed that non-native English speakers tend to rely more on their mother tongue. ഇതൊരു അങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് എന്ന് നമ്മൾ ഒരു ഒബ്സർവേഷൻ പറയാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഒരിക്കലും അവിടെ തഅക്കീദിന്റെ പദങ്ങൾ ഇന്ന മുതഹദ്ദിസൽ ലുഗൽ ഇൻഗ്ലീസിയ്യ എന്ന് നമ്മൾ അങ്ങനെ തുടങ്ങാൻ പാടില്ല. ഇത്തരം കോണ്ടസ്റ്റുകളിൽ നമ്മൾ തഹ്വുതിയായിട്ടുള്ള ഫ്യൂലുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇനി റാഷണലിസം എന്നുള്ളത്, റാഷണാലിറ്റി. റാഷണാലിറ്റി എന്നുള്ളത് കീപ്പ് ചെയ്യാൻ ഒരു ഗുണമാണ് റാഷണാലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതായത് നമുക്കൊരു വിഷയത്തെ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇതിന്റെ ഇടയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോജിക്കാണ്. ലോജിക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മൗലൂഇ ദാത്തി തിരിച്ചറിയപ്പെടാൻ സാധിക്കുള്ളൂ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, വേർതിരിക്കാൻ. ഓക്കെ, അപ്പോ ഈ ഒരു ഘടകം ഉണ്ടായിരിക്കൽ വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഈ റിസർച്ച് കാര്യങ്ങളിലൊക്കെ പേപ്പറുകളൊക്കെ തയ്യാറാക്കുമ്പോൾ. മാത്രമല്ല ഇമോട്ടീവ് ആയിട്ടുള്ള ആറ്റിഫി ആയിട്ടുള്ള ലുഗ ഭാഷ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത്തരം ഭാഷകളും പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ ബലാഗ, റിട്ടറിക്കൽ ആയിട്ടുള്ള രൂപങ്ങളും ഇൻഷായി ആയിട്ടുള്ള സ്റ്റൈലുകൾ ലൈക്ക് താജുബ്, ഇസ്തിഫാമ് പോലുള്ള ഉപയോഗങ്ങളും മജാസി ആയിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് ഡെപ്ത് എന്ന ഒരു ഫീച്ചർ എങ്ങനെയാണ് നമ്മളെ എഴുത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ എഴുത്തിന്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു ഘടകമാണ്. ഇൻഡെപ്ത് ആയിട്ട് എഴുതുമ്പോഴാണ് നമ്മുടെ എഴുത്തിന് സ്വീകാര്യത വർദ്ധിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എഴുത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. യജിബു തജന്നുബുൽ മൗദൂആത്തു സതഹിയ്യ വൽ മൗദൂആത്തി മുവസ്സഅ. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്സ്പാൻഡഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു വിഷയം, ഒരു സബ്ജക്റ്റ് പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ, ആ ചൂസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. അതുപോലെ എക്സ്പാൻഡഡ് ആയിട്ടുള്ളത്. ഉദാഹരണത്തിന്
موضوعات سطحية مثل أهمية التكنولوجيا في التعليم. Importance of knowledge, importance of technology in education എന്നുള്ള ഒരു വിഷയം. ഈ ഒരു വിഷയം എന്താണ്? നമുക്കറിയാം ഒരുപാട് വോമിറ്റ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, അതല്ലെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ഇതൊരു മെയിൻ ടൈറ്റിലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് ഇങ്ങനെ അതിന്റെ സർഫേസിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ വിഷയം കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് അതിന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ മാത്രം നമ്മൾ സ്പെസിഫിക് ആക്കി എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ടെക്നോളജിനെ ഒരുപാട് തത്വറുകളുണ്ട്, ഡെവലപ്മെന്റ്സ് ഉണ്ട്. ടെക്നോളജിയിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അസ്സകാഉൽ ഇസ്തിനാഇ. ഈ ഒരു സകാഉൽ ഇസ്തിനാഇ ഏത് തരത്തിൽ, അതിന്റെ തഅ്സീർ എന്താണ്, അത് ഏത് തരത്തിൽ താലീമിനെ ബാധിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം നമ്മൾ ഒന്നിലേക്ക് നമ്മൾ ഇങ്ങനെ സ്പെസിഫിക് ആക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് നേരിട്ടുള്ള കുട്ടികളെ എഡ്യൂക്കേഷനിലെ അതിന്റെ പ്രാധാന്യം എന്ത്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു വിഷയത്തോട് നമ്മൾ സ്പെസിഫിക് ആക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡീപ്പ് ആയിട്ട് വിഷയത്തെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ടാമത്തത് എക്സ്പാൻഡഡ് ആയിട്ടുള്ള ടോപ്പിക് എന്നോട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പരമാവധി ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിലൊരു പക്ഷേ നമുക്ക് പുതുതായിട്ട് നമ്മുടേതായിട്ടുള്ള ആശയങ്ങളോ കാഴ്ചപ്പാടുകളോ തൗജിഹാത്തുകളോ ഒന്നും കൂട്ടിച്ചേർക്കാൻ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോ ആ വിഷയത്തിന് സ്വീകാര്യത സ്വാഭാവികമായിട്ടും കുറയും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളും അതുപോലെ നമ്മുടെ സർഫേസ് മാത്രം പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ആയിട്ടുള്ള ഒരു വിഷയവും നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളും എടുക്കാതെ നോക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എഴുത്തിൽ നമുക്ക് കുറച്ച് ഒരു ആഴത്തിലുള്ള ഒരു പഠനം കൊണ്ടുവരാനും ആധികാരികത കൊണ്ടുവരാനൊക്കെ സഹായിക്കും. അടുത്ത ഒരു പ്രധാന ഘടകമാണ് ജിദിയ, സീരിയസ്നെസ് എന്നുള്ളത്. അതായത് എഴുത്ത് എപ്പോഴും ഒരു അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഹാസ്യമായിട്ടുള്ള സറ്ററിക് ആയിട്ടുള്ള പ്രയോഗങ്ങളോ തോട്ട്സുകളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഫിഗറുകളോ ഒന്നും നമ്മുടെ എഴുത്തില് വരാൻ പാടില്ല എന്നുള്ളതാണ്. സീരിയസ്നെസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത് ജാദിബിയ, അട്രാക്ഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് നമുക്ക് എഴുത്തിൽ അട്രാക്ഷൻ കൊണ്ടുവരാൻ സാധിക്കുക? തജന്നബിൽ ഇംലാലി വത്തൻമീത്, ബൈ അവോയ്ഡിങ് സ്റ്റീരിയോടിപ്പിക്കൽ ആൻഡ് ബോർഡം. അതായത് നമ്മള് എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത്, ഉദാഹരണങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് റിയൽ ലൈഫുമായി ചേർന്ന് നിൽക്കുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഉദാഹരണങ്ങള്, ആശയങ്ങൾ വരുന്ന ഉദാഹരണങ്ങളൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ എഴുത്തിന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന ഘടകമാണ് ഫോൾട്ട്നെസ്നെസ് എന്നുള്ളത്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചെയ്തിരിക്കുന്ന അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭാഷാപരമായ തെറ്റുകളിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതും, അതുപോലെ നമ്മുടെ സ്റ്റഡിയിലെ ശരിയായ കോണ്ടസ്റ്റുകളിലെ ശരിയായിട്ടുള്ള കോണ്ടസ്റ്റുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പദങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കാൻ നോക്കാം. അതുപോലെ ടൈറ്റിലുകള്, ജുംലയുടെ സ്ട്രക്ചർ ഒക്കെ ക്ലിയർ ചെയ്യുക, നല്ല സ്ട്രക്ചേർഡ് ആവുക. അതുപോലെ പറയപ്പെട്ട രീതിയിലുള്ള തെറ്റുകളിൽ നിന്നും ഖവായിദ് നഹ്വിയ ആയിട്ടുള്ള തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിവാകുക എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടാണ്, നമ്മുടെ ചുമലിലാണ്. അപ്പോ പിന്നെ ഭാവിയിൽ എന്ത് എതിരഭിപ്രായം വന്നു കഴിഞ്ഞാലും അത് നമുക്ക്. അപ്പോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതിൽ കണ്ടന്റുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളിലായിരിക്കും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് അക്കാദമിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ ലിംഗ്വിസ്റ്റിക് ആയിട്ട് മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മീസാത്തുൽ കിതാബത്തിൽ അക്കാദമിയ. അടുത്തത് കുറച്ച് വേറെ സ്പെഷ്യാലിറ്റീസ് കൂടി ഈ അക്കാഡമിക് റൈറ്റിംഗ്സിനുണ്ട്. അത് എന്തൊക്കെയാന്ന് നമ്മൾ നോക്കാം. ഫസ്റ്റ് വൺ, ഇആദത്തു സിയാഗ, പാരഫ്രൈസിംഗ്. പാരഫ്രൈസിംഗ് എന്ന് പറഞ്ഞാല്
إعادة الصياغة هي عملية تحويل النص الأصلي إلى صياغة جديدة تعبر عن الأفكار ذاتها بأسلوب آخر مع الإفادة عن المضمون الأساسي. അതായത് ഒരു അസലായിട്ടുള്ള ഒരു നസ്സിനെ, ഒരു ടെക്സ്റ്റിനെ പുതിയൊരു രൂപത്തിലേക്ക് മാറ്റുന്നത്, തഹ്വീൽ ചെയ്യുന്നതിനെയാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത്. അതായത് ശൈലിയിൽ മാറ്റം വരുത്താം, അതിന്റെ ആശയവും കണ്ടന്റും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് അതിനെ മറ്റൊരു സ്റ്റൈലിലേക്ക് മാറ്റുന്നതിനെയാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ വ്യാപകമായിട്ട് ഇത്തരം എഴുത്തുകളിലൊക്കെ, സ്റ്റഡികളിൽ, അതുപോലെ റിസർച്ച് പേപ്പറുകളിലൊക്കെ കാണപ്പെടാറുണ്ട്. ഇത് അനുവദനീയമാണ്. അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് അനുവദനീയമാണ്. അല്ലാത്തതാകുമ്പോൾ നമ്മൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ആ ഭാഗം നമ്മൾ അടുത്തത് പറയാം. മറ്റൊരാളുടെ ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരാളുടെ കണ്ടന്റിനെ, ഒരാളുടെ എഴുത്തിനെ നമ്മുടേതായ എഴുത്തിലേക്ക്, നമ്മുടെ സ്വന്തം എഴുത്തിലേക്ക് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട 3 മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തേത് ഈ പറയപ്പെട്ട ഇആദത്തു സിയാഗ, പാരഫ്രൈസിംഗ് എന്നുള്ളതാണ്. രണ്ടാമത്തെ രൂപം കൊട്ടേഷൻസ് ആണ്. പിന്നെ മുലഖസ്, ബ്രീഫായിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലെ ഇആദത്തു സിയാഗ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൈഫിയത്തു ഇആദത്തു സിയാഗ, ഈ പാരാഫ്രൈസിംഗ് നടത്തൽ എങ്ങനെയാണ് പാരാഫ്രൈസിംഗ് സാധിക്കുക? പ്രധാനമായിട്ടും 3 രൂപത്തിലാണ്. അതിൽ ഒന്നാമത്തേത് തഗ്യീറുൽ കലിമാത്ത്. നമ്മൾ കലിമാത്തിന്, വേർഡ്സിനെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഒരു പാരാഫ്രൈസിംഗ് നടത്താൻ പറ്റും. വേർഡിനെ ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നുകിൽ ബിൽ മുറാദിഫാത്ത് അല്ലെങ്കിൽ ബിൽ മുത്തലാദാത്ത്, ഒന്നുകിൽ സിനോണിംസ് വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ആന്റോണിംസ് വെച്ചിട്ട് മാറ്റം വരുത്തുന്നത്. ആദ്യം ഒരു സിനോണിംസ് വെച്ചിട്ട് ഉള്ള ഒരു ഉദാഹരണം നമുക്ക് പറയാം. കാനത്ത് തജ്രിബ മുഫീദത്തൻ വമുൽഹിമത്തൻ ലിജമീഅൽ മുശാരിക്കീൻ. എല്ലാ പാർട്ടിസിപ്പൻസിനും ഈ ഒരു എക്സ്പീരിയൻസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമാണ്, അതുപോലെ നല്ല ഇൻസ്പയറിംഗ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ ഒരു സെന്റൻസ്, ഒരു അസ്ലി ആയിട്ടുള്ള ഒരു നെസ്സിനെ നമ്മൾ എങ്ങനെയാണ് പാരാഫ്രൈസ് ചെയ്യുക? അതേ സിനോണിംസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. കാനത്ത് തജ്രിബ മുസ്മിറ വമഹ്ഫിസ ലികുല്ലിൽ മുശാരിക്കീൻ. ഇവിടെ ഈ മുസ്മിറ എന്നുള്ളത്, അതുപോലെ മഹ്ഫിസ എന്നുള്ളതൊക്കെ മുഫീദ, മുൽഹിമ എന്നുള്ള സെയിം മീനിങ് തന്നെയാണ്. അതിന്റെ പര്യായ പദങ്ങളായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ലിജമിയ എന്നുള്ള പോലെ തന്നെ ലികുല്ലിൽ മുശാരിക്കീൻ അതിനോട് സദൃശമായി തന്നെ അതിന്റെ സിനോണിംസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇങ്ങനെ സിനോണിംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാരാഫ്രൈസിംഗ് നടത്താം. അങ്ങനെ ഈ മുറാദിഫാത്ത് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ഈ ഒരു മുത്രാദിഫ് ഉണ്ടല്ലോ, ഈ ഒരു പദം ആ ഒരു നെസ്സിന്റെ കോണ്ടസ്റ്റിനോട് യോജിച്ചിട്ടുള്ള, പരിപൂർണമായിട്ടും യോജിക്കുന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് തന്നെ ആയിരിക്കണം, അത് സിനോണിംസ് തന്നെ ആയിരിക്കണം നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. അടുത്തത് ആന്റോണിംസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. സഅദത്ത് ദിറാസ ഫി തഹ്സീൻ ഫഹ്മി തുല്ലാബ് ലിൽമൗദൂ. ഗ്രാഹ്യം മെച്ചപ്പെടുത്താൻ ഈ ഒരു സ്റ്റഡി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് പറയാം. ലം തുവാജിഹി ദിറാസ അയ്യ സഅബാത് ഫി തഅസീസ് ഫഹ്മി തുല്ലാബ് ലിൽമൗദൂ. ആശയം ഒന്നെന്നാണ്, വേർഡില് മാറ്റം വന്നു. ഒന്ന് പോസിറ്റീവായ രൂപത്തിൽ പറഞ്ഞു, മറ്റേത് നേരെ അതിന്റെ രണ്ടാമതായിട്ട് പാരാഫ്രൈസിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപം എന്നുള്ളത് തഗ്യീർ കലിമാത്ത്. തഗ്യീർ ചെയ്യലായിരുന്നു. ഇനി കലിമത്തിന്റെ ഷക്ലിനെ തഗ്യീർ മാറ്റിയിട്ട് മാറ്റാം. രൂപം പറഞ്ഞുതരാം. التحقيق في الظواهر العلمية مهم. هذا investigating scientific
ഇസ് ഇമ്പോർട്ടന്റ് എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേറ്റ് തഹ്ഖീഖ് എന്നുള്ളതിനെ എന്നത് ഇസ്മായിട്ടാണുള്ളത്. അതിന് നമ്മൾ ഇനി ഫ്യൂലാക്കി മാറ്റാം. അപ്പോ യജിബു അലൽ ബാഹിസീൻ അൻ യുഹഖിഖൂ ഫി ളവാഹിരിൽ ഇൽമിയ. മനസ്സിലായോ? ഇസ്മിനെ നമ്മൾ നേരെ ഫ്യൂലാക്കി മാറ്റി. ഇങ്ങനെ നമുക്ക് പാരഫ്രൈസിങ് നടത്താൻ പറ്റും. ഇനി ഫ്യൂലിനെ ഇസ്മാക്കുന്ന ഒരു രൂപം പറയാം. തുദർറിസുൽ ജാമിഅ ബറാമിജ മുതഅദ്ദിദ. തുദർറിസു ജാമിയയിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് പ്രോഗ്രാംസുകൾ, വ്യത്യസ്തമായ പ്രോഗ്രാംസ് പഠിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഈ തുദർറിസു എന്നുള്ള ഫ്യൂലിനെ ഇസ്മാക്കി മാറ്റാണ്. അപ്പൊ തുഖദ്ദിമുൽ ജാമിഅ ദിറാസാത്തിൻ മുതഅദ്ദിദ. The university offers various studies. അപ്പൊ ഈ തുദർറിസു എന്നുള്ള സ്റ്റഡി എന്നുള്ളത് സ്റ്റഡീസ് എന്നാക്കി മാറ്റി. ഓക്കെ, ഈ രൂപത്തിലും പാരഫ്രൈസിങ് പറ്റും. ഇനി അവസാനത്തെ ഒരു രൂപമാണ് തഗ്യീറു തർത്തീബുൽ കലിമാത്ത്. കലിമത്തിന്റെ തർത്തീബിനെ ചേഞ്ച് ചെയ്യാം, ഘടനയിൽ തന്നെ മാറ്റം വരുത്താം. ഉദാഹരണത്തിന് തതനാവൽ ദിറാസ മൗദൂ തഅസീർ ടെക്നോളജിയ അല തഅലീം. എന്താണെന്നുള്ള വിഷയമാണ് ഈ സ്റ്റഡി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മൗദൂ തഅസീർ ടെക്നോളജിയ അല തഅലീം തതനാവലുഹു അദ്ദിറാസ എന്ന രൂപത്തിൽ മാറ്റി എഴുതാം. ഇതാണ് പാരഫ്രൈസിങ്ങിന്റെ രൂപം. ഇനി പാരഫ്രൈസിങ്ങിനോട് റിലേറ്റഡ് ആയി കിടക്കുന്ന ഒരു പോയിന്റ് ആണ് അൽ ഇംതിഹാൽ അല്ലെങ്കിൽ അസ്തറഖത്തുൽ അദബിയ, പ്ലാജിയറിസം. പ്ലാജിയറിസം എന്ന് ഒരുപാട് കേട്ടുകേൾവിയുള്ള ഒരു പദമാണ്. അതായത് പാരഫ്രൈസിങ് ഈ പറയപ്പെട്ട മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് നടന്നില്ലെങ്കിൽ അത് ആ ഒരു നെസ് പ്ലാജറൈസ്ഡ് നെസ് ആയിട്ട് അല്ലെങ്കിൽ പ്ലാജറൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഈ പ്ലാജിയറിസം എന്ന് പറയുമ്പോൾ അസ്തറഖത്തുൽ അദബിയ ഹിയൽ ഇസ്തിലാ അലാ അഫ്കാർ ഔ കിതാബാത്ത് ഔ ഇഖ്തിറാഅത്ത് ശഖ്സിൻ ആഖർ വസ്തിഖ്ദാംഹാ അലാ അന്നഹാ നതാജ് ഫർദി ഖാസ്. ഇത് മറ്റൊരാളുടെ എഴുത്തിനെ അല്ലെങ്കിൽ ചിന്തയെ, അയാളുടെ ആശയങ്ങളെ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലക്ക് അതിനെ എന്താ ചെയ്യാ, ആ ഐഡിയാസിനെ നമ്മൾ സീസ് ചെയ്യുന്ന ഒരു രൂപം, സീസ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ്, രീതിയെയാണ് പ്ലാജിയറിസം എന്ന് പറയുന്നത്. അതായത് മറ്റൊരാളുടെ കണ്ടന്റ് ആണ്, അത് നമ്മളുടേതെന്ന രീതിയിൽ എഴുതുക, നമ്മളുടെ സ്വന്തമാണ്, നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുക. അത് അനുവദനീയമല്ല ഇത്തരം എഴുത്തുകളിൽ, അക്കാഡമിക് റൈറ്റിംഗ്സിൽ. അഥവാ അത്തരം പ്ലാജിയറിസം കണ്ടുപിടിക്കപ്പെട്ടാൽ, അതോറിറ്റിയിൽ നിന്ന് അത്തരം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മളിപ്പോ ഹയർ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന പേപ്പറുകളൊക്കെ ആണെങ്കിൽ ആ പേപ്പർ സ്വീകാര്യമാവില്ല, റിജക്റ്റ് ചെയ്യപ്പെടും. നമ്മൾ അത്രയും ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ, നമ്മുടെ എഫേർട്ടുകളൊക്കെ പാഴായി പോകും. അപ്പൊ അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്ലാജിയറിസം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ പ്ലാജിയറിസത്തെ നമുക്ക് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിന് ഒരു അസ്ലി ആയിട്ടുള്ള ഒരു നെസ് വെച്ചിട്ട് നമുക്ക് ഉദാഹരണം പറയാം. രണ്ട് രൂപങ്ങൾ പരിചയപ്പെടുത്താം. ഒരു സോഴ്സ്, അതായത് പിയേഴ്സ് ആൻഡ് ഷിയേഴ്സ് 2013, ഈ ഒരു സോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള അസ്ലി ആയിട്ടുള്ള ഒരു നെസ്, ആ നെസ്സിനെ പ്ലാജിയറൈസ്ഡ് ആയിട്ടുള്ള രൂപം അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് മാറ്റം വരുത്തണം, എപ്പോഴാണ് അത് സ്വീകാര്യമായ നെസ്സായിട്ട് മാറുന്നത് എന്നുള്ള ഒരു ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. അസ്ലി ആയിട്ടുള്ള നെസ് ഇതാണ്: ഇആദത്തു സിയാഗ ഇആദത്തു സിയാഅത്തി അഫ്കാരിൻ ഔ ആറാ ശഖ്സിൻ ആഖർ ബികലിമാതിക്കൽ ഖാസ. ഈ ഒരു ഡെഫിനിഷൻ പിയേഴ്സ് ആൻഡ് ഷിയേഴ്സിന്റെ ഡെഫിനിഷൻ ആണ്. ആ ഡെഫിനിഷൻ നമ്മൾ എടുക്കുമ്പോൾ, നമ്മളുടെ എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എടുക്കുന്നത് ആദ്യത്തെ ഒരു രൂപം ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്: നമ്മൾ നേരെ കോപ്പി ചെയ്യണം, മൻസൂഖാണ്, നേരെ നെസ്ഖ് ചെയ്യാണ്. മാത്രമല്ല അതിലെ ഇൻടെസ്റ്റ് സെറ്റേഷൻസ് ഒന്നും നമ്മൾ കൊടുക്കാതെ നേരെ നമ്മൾ കോപ്പി ചെയ്യുക, അങ്ങനെയുള്ള ഒരു ടെസ്റ്റ്. ഉദാഹരണം: ഇആദത്തു സിയാഅ തഅനി ഇആദത്തു സിയാഅത്തി അഫ്കാരിൻ ഔ ആറാഇ ശഖ്സിൻ ആഖർ ബികലിമാതിക്കൽ ഖാസ. അദ്ദേഹം പറഞ്ഞ, പിയേഴ്സ് ആൻഡ് ഷിയേഴ്സ് പറഞ്ഞ ആ ഒരു ഡെഫിനിഷനെ നമ്മളുടെ രൂപത്തിലേക്ക് ആക്കി മാറ്റിയത്, നേരെ കോപ്പി ചെയ്തു. കട്ടെടുക്കാന്ന് പറയില്ലേ, അതന്നെ, നേരെ മറ്റൊരാളുടെ കണ്ടന്റ് നമ്മൾ കട്ടെടുക്കണം. അപ്പോ ഇത് പ്ലാജിയറൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, ഒരു ടെക്സ്റ്റ് ആണ്.
ഇനി ഈ ഒരു കണ്ടന്റ് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് നമുക്ക് ഇതിൽ വരുത്തേണ്ടി വരിക? ഇൻ ടെസ്റ്റ് സിറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അലാമത്തുൽ ഇഖ്തിബാസ് കൊട്ടേഷൻ മാർക്കും കൊടുക്കുക. ആ ഡെഫിനേഷന്റെ ഭാഗത്ത് നമ്മൾ കൊട്ടേഷൻ മാർക്കും ഇട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ അത് സ്വീകാര്യമായി മാറും. ഇപ്പൊ ഇൻഡസ്ട്രി സിറ്റേഷൻ വരുന്ന രൂപമാണ് വിഫ്ഖൻ ലി 2013 പിയേഴ്സ് ആൻഡ് ഷിയേഴ്സ് എന്ന് കൊടുക്കുക. ഇൻഡസ്ട്രി സിറ്റേഷന്റെ രൂപം കൊടുത്തു, അതായത് ഓദറ പേരും പറഞ്ഞു, ഇയറും കൊടുത്തു. അപ്പൊ ഇൻഡസ്ട്രി സിറ്റേഷൻ ആയി. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ആ ഡെഫിനിഷൻ എന്താണോ അത് കൊട്ടേഷൻ മാർക്കിൽ കൊടുത്തു. കണ്ടോ? ഈ രൂപത്തിലാക്കിയാലേ ഇത് മഖബൂലായി മാറുള്ളൂ, അല്ലെങ്കിൽ അത് പ്ലാജറൈസ്ഡ് ആയിട്ടുള്ള നെസ് ആയിരിക്കും. ഇനി വേറെ രൂപത്തിലുള്ള ഒരു പ്ലാജറിസം ഞാൻ പറയാം. മൻസൂഖ് കോപ്പീഡ് ആണ്. അതിനെ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? നേരത്തെ നമ്മൾ ടെസ്റ്റ് സിറ്റേഷൻ ഉപയോഗിക്കാതെയായിരുന്നു, പക്ഷെ ഇപ്പോ ഇൻഡസ്ട്രി സിറ്റേഷനോട് കൂടിയിട്ട് കോപ്പി ചെയ്തിട്ടുള്ള ഒരു നെസ്. ഉദാഹരണം വിഫ്ഖല്ലി എന്ന് പറഞ്ഞ് പിയേഴ്സ് ആൻഡ് ഷിയേഴ്സ് فإن إعادة الصياغة تعني إعادة صياغة أفكار أو آراء شخص آخر بكلمات الخاصة. ഇവിടെ വിഫ്ഖല്ലി എന്ന് പറഞ്ഞ ഇയർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഓദർ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രി സിറ്റേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ബട്ട് ഇതില് ഇഖ്തിബാസ് വന്നിട്ടില്ല, കൊട്ടേഷൻ വന്നിട്ടില്ല. അങ്ങനെ കൊട്ടേഷൻ മാർക്ക് ഇടാതെ നമ്മൾ എഴുതാണെങ്കിൽ അവിടെ നമ്മൾ പിന്നെ ഉപയോഗിക്കേണ്ടത് ഇസ്തിഖ്ദാമു ഇആദത്ത് സിയാഗ, പാരഫ്രൈസിങ് നടത്തുക എന്നുള്ളതാണ്. ചെറിയ മാറ്റങ്ങൾ വരുത്താം, മുറാദിഫ് വെച്ചിട്ടോ ഒക്കെ നമുക്കതിൽ മാറ്റങ്ങൾ വെച്ച് കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം വിഫ്ഖല്ലി പിയേഴ്സ് ആൻഡ് ഷിയേഴ്സ് ഫഇന്ന ഇആദത്ത് സിയാഗ ഹിയ ഇആദത്ത് സിയാഅത്തി അഫ്കാരിൻ ഔ ഖവാതിരിൻ. കണ്ടോ? അഫ്കാർ ഔ ആറാ ഷഖ്സിൻ ആഖർ എന്ന് പറഞ്ഞത് അഫ്കാർ ഔ ഖവാതിർ ഷഖ്സിൻ ആഖർ എന്നാക്കി മാറ്റി. അവിടെ ചെറിയ ഒരു പാരഫ്രൈസിങ് നടത്തി. ഈ രൂപത്തിലായാലും അത് മഖ്ബൂലായി. ഓക്കെ, അപ്പോൾ മസ്റൂഖ് ആയിട്ടുള്ള ഒരു നസ്സും പരിചയപ്പെടുത്തി അത് എങ്ങനെയാണ് മഖ്ബൂലാവുക എന്നുള്ളതും പറഞ്ഞു. ഈ ഒരു രൂപത്തിൽ നമുക്ക് ഈ ഒരു പ്ലാജറിസം അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പാരഫ്രൈസിങ്ങിലൂടെ അവോയ്ഡ് ചെയ്യുന്ന രൂപമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വേറെയും മാർഗങ്ങളുണ്ട് ഒഴിവാക്കാന്. അതിനുള്ളതാണ് ഇസ്തിഖ്ദാമു അദവാത്തി തഹഖുഖ് ലിൽ ഇൻതിഹാൽ. ടൂൾസ്, ഒരുപാട് ടൂൾസ് ഉണ്ട് ഇപ്പൊ ഈ പ്ലാജറിസം സ്കാൻ ചെയ്യാൻ പറ്റുന്ന, ഡീപ്പായിട്ട് തന്നെ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത്തരം പ്ലാജറിസം വന്നിട്ടുള്ള ടെസ്റ്റുകൾ കണ്ടെത്താം എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. അതായത് ടേർണിറ്റിൻ, ഐഡന്റിക്കേറ്റ്, പ്ലാഗ് സ്കാൻ, ടോപ്ലി ചക്കർ, വേറെയും ഒരുപാടുണ്ട് കേട്ടോ. കുറച്ച് അറിയപ്പെടുന്ന 4 ടൂൾസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങള് ഒന്ന് ബ്രൗസ് ചെയ്ത് ഇത്തരം ടൂൾസ് ഒക്കെ ഒന്ന് എടുത്തു വെക്കുകയാണെങ്കിൽ മാത്രമല്ല, നമ്മള് എഴുത്തിൽ ചിലപ്പോ ആക്സിഡന്റ് ആയിട്ട് വരുന്ന പ്ലാജിയറിസം ഉണ്ടാകും. നമ്മൾ മനഃപൂർവ്വമല്ലാതെ അബദ്ധത്തിന് സംഭവിക്കുന്ന പ്ലാജിയറിസം ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടെത്താൻ, ഫൈൻഡ് ചെയ്യാനൊക്കെ ഇത്തരം ടൂൾസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ചിലത് പെയ്ഡ് ആണ്, ചിലത് ഫ്രീ ആണ്. ഏതായാലും നമുക്കത് ഇത്തരം സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം എന്നുള്ളത്. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് പ്ലാജറിസം ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് തജന്നുബുൽ മസാദിർ മിനൽ ഇന്റർനെറ്റ്. അവോയ്ഡ് ഇന്റർനെറ്റ് സോഴ്സസ്. ഇന്റർനെറ്റ് എന്നുള്ള സോഴ്സ് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് പോവാ, ഗൂഗിൾ അല്ലെങ്കിൽ ക്രോമിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, ആവശ്യമുള്ളത് അത് നേരെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, നമ്മളതായി. ഓക്കെ, പറയപ്പെടാറുണ്ട് ഓരോരുത്തുനിന്ന് എടുത്തു കഴിഞ്ഞാല് ഒരു മസ്ദറിന് കണ്ടന്റ് കണ്ടെത്തി കഴിഞ്ഞാല് അതൊരു സ്വന്തം എസ്സേ പോലെ ആയി. ഈ 2 മസ്ദറിനായി കഴിഞ്ഞാൽ ഒരു സ്വന്തം ഡിസർട്ടേഷൻ പോലെ ആയി. 2-ലധികം ഒരു 3-4 സ്രോതസ്സിൽ ഇങ്ങനെ കോപ്പി ചെയ്തെടുത്തിട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തിസീസായി എന്ന് പറയപ്പെടാറുണ്ട്. അത് ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കോപ്പി പേസ്റ്റിന്റെ ഒരു രൂപമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ തരത്തിലുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടി അതിന് ഒരു ഇതൊക്കെ തടയിടാനും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കുക. നേരെ ഇന്റർനെറ്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് ഒഴിവാക്കുക. അത് മിക്കവാറും ഓതന്റിക് ആയിരിക്കണം എന്നില്ല.
അപ് ടു ഡേറ്റ് ആയിരിക്കും കാര്യങ്ങള്, പക്ഷെ ഇത് ഓതന്റിക് ആവണം എന്നില്ല, പ്ലാജിയറിസം വരാൻ സാധ്യത കൂടുതലാണ്. അതേസമയം നമുക്ക് ഈ പബ്ലിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും, ഈ ബുക്സ്, ഈ ജേണൽസ് ഒക്കെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓതന്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ അവലംബിക്കുക. ഓക്കെ, അതിന് പകരം ഈ തരത്തില് നമ്മൾ നേരെ ഇന്റർനെറ്റിൽ നിന്നും സോഴ്സ് കളക്ട് ചെയ്യുന്ന ആ രീതി ഒഴിവാക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഈ പ്ലാജറിസം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇനി മറ്റൊരു പ്രധാന സ്പെഷ്യാലിറ്റി ആണ്, അല്ലെങ്കിൽ മറ്റൊരു ഫീച്ചർ ആണ് അൽ ഇഷാറാത്തുൽ ഇന്തിഖാലിയ, ട്രാൻസിഷൻ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ ട്രാൻസിഷൻ സിഗ്നലിന്റെ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാല്, വായനക്കാരന് നമ്മുടെ എഴുത്ത് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും നമ്മുടെ സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടെ എഴുത്ത് പറയുന്നത്. അപ്പൊ അതിലുള്ള ഈ ആശയങ്ങളെ ഓരോന്നിനെ വേറിട്ട് മനസ്സിലാക്കുവാനും, അതുപോലെ ഈ ജുംലകൾക്കും ഫിക്റുകൾക്കും ഇടയിലൊക്കെ ഒരു കൊഹജൻ ആൻഡ് കൊഹറൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഈ ഇഷാറാത്തുകളാണ്, ഈ സിഗ്നൽസ് അല്ലെങ്കിൽ ഇതിന്റെ വേർഡ്സുകളാണ്. അപ്പൊ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് പല പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കും. അൻവാ ഇഷാറാത്തുൽ ഇന്തിഖാൽ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലി തഖദീമി ഫിക്ര ഇദാഫിയ, ആൻ അഡീഷണൽ ഐഡിയ. ഒരു അഡീഷണൽ ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാം. ഐദൻ, ബിജാനിബ്, അല്ലെങ്കിൽ ബിൽ ഇളാഫ ഇലാ, ഫളൻ അൻ, ഇലാവത്തൻ അലാ ദാലിക്, ബിൽ ഇളാഫത്തി ഇലാ ദാലിക് പോലെയുള്ള പ്രയോഗങ്ങൾ കൊടുക്കാം. ലിൽ മുഖാറന, ടു കമ്പയർ, കമ്പയർ ചെയ്യാനാണെങ്കിൽ ബിനഫ്സി തരീഖ വബിൽ മിസ്ലി അലാ തമാമൻ, അതുപോലെ കിലാഹുമ പോലെയുള്ള രൂപങ്ങൾ പോലെയുള്ള ഇഷാറാത്തുകൾ ഉപയോഗിക്കാം. ലിൻ നഖീൽ, ടു കോൺട്രാസ്റ്റ്, ലാക്കിൻ, ബൈനമാ, ഫിൽ മുഖാബിൽ, അല്ലെങ്കിൽ അൽ ജാനിബിൽ ആഖർ യഖ്തലിഫാൻ പോലുള്ളത് ഉപയോഗിക്കാം. ലി തഖ്ദീമി സബബ്, ടു ഇൻട്രൊഡ്യൂസ് എ കോസ് യുഅദ്ദി ഇലാ നതീജത്തൻ ലിദാലിക അൻ യകൂൻ ലഹു തഅ്സീർ അസ്സബബു വറാഅ ദാലിക് പോലുള്ളത് ഉപയോഗിക്കാം. ലി തഖ്ദീമിൽ മിസാൽ, ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ നമുക്ക് മസലൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലെ, അതുപോലുള്ള കുറച്ച് വേറെ പ്രയോഗങ്ങളുണ്ട്. അല സബീൽ മിസാൽ, അല്ലെങ്കിൽ ഫി ഹാദിഹിൽ ഹാല, അല വജിൽ ഖുസൂസ്, മിൻഹ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ലി ഇൽഹാരി തർത്തീബിൽ അഹമ്മിയ, കാര്യത്തിന്റെ ഇമ്പോർട്ടൻസിനെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഓർഡർ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, തർത്തീബുൽ അഹമ്മിയ അതിന് വേണ്ടിയിട്ട് അൽ അക്സർ അഹമ്മിയ, കൂടുതൽ പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ അഖൽ അഹമ്മിയ എന്ന രൂപത്തിലൊക്കെ ഉപയോഗിക്കാം. അൽ അസാസി, അതുപോലെ ഫൗഖ കുല്ലി ഷൈ, സാനി അഹം എന്ന രൂപത്തിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇൽഹാരി ബദീൽ, ടു ഷോ ആൻ ഓൾട്ടർനേറ്റീവ്, ബദലം മിൻ ദാലിക്, ഖിലാഫ് ദാലിക്, ഔ എന്നൊക്കെ കൊടുക്കാം. പിന്നെ ലിൽ ഖാത്തിമ, ടു കൺക്ലൂഡ്, ബിഖ്തിസാർ, ഫി നിഹായ, ഫിൽ ഖിതാം, ഖുലാസത്തുൽ ഖൗൽ പോലുള്ളത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി വേറൊരു പ്രധാന ഭാഗമാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് അലാമത്തു തർഖീം, പഞ്ച്വേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് വലിയൊരു വലിയൊരു റോൾ ഉണ്ട് ഇത്തരം എഴുത്തുകളിൽ, അക്കാഡമിക് ആയിട്ടുള്ള റൈറ്റിംഗ്സിൽ വലിയൊരു റോള് തന്നെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പഞ്ച്വേഷൻസ് എന്താന്ന് വേഗത്തിൽ പറയാം. നൊക്കത്ത, ഫുൾ സ്റ്റോപ്പ്. നമുക്കറിയാം, ഒരു പൂർണ്ണമായ ആശയത്തില് ഒരു ജുംലയില് അതിന്റെ ഏറ്റവും അവസാനത്തിൽ കൊടുക്കുന്ന അടയാളമാണ് ഫുൾ സ്റ്റോപ്പ്. അൽഫാസില, കോമ. കോമ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഇസ്തിഖ്ദാമത്ത്, യൂസേജസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഖബല ഔ ബഅദൽ ജുംല ദർഫിയ, ഒരു ദർഫിയായ ജുംലന്റെ മുമ്പോ ശേഷമോ. ഉദാഹരണം, മുഅഖറൻ സാദ അദദ് മുഅസ്സസാത്തുൽ ഖിദ്മ ഫിൽ ഇഖ്തിസാദാത്ത് ഡാഷ്. മുഅഖറൻ, റീസൻലി. അപ്പൊ റീസൻലി എന്നുള്ളത് ഒരു ദർഫിയായ ഒരു ജുംലാണ്, ഒരു ദർഫിയായിട്ടുള്ള ഒരു പദാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ ശേഷം നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് സെന്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പായിട്ടും ഉപയോഗിക്കാം, ആ രീതിയിൽ. പിന്നെ രണ്ടാമത്തത് ഈ ലാക്കിൻ, ഔ, ലിദ, വല പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില ലിങ്ക്സ് ഉണ്ട്. അതായത് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ജുംലകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിങ്ക്സുകൾ. ഈ ലിങ്ക്സിന്റെ മുമ്പും ഉപയോഗിക്കാം, ഏത് കോമ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ടെക്നോളജിയ അല തഅലീം എന്ന് പറഞ്ഞ കോമ, പിന്നെ ഓക്കെ. പിന്നെ അടുത്തത് ഈ സ്പെസിഫിക് അല്ലാത്ത ചില ഇബാറത്തുകൾ ഉണ്ടാവും, അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ള ജുംലയെ തൊട്ട് അതിനെ വേർതിരിക്കാൻ. ഉദാഹരണം, തുഅദ്ദുൽ മലാറിയ അല്ലതി കാനത്ത് തുഅതബറു മർളൻ ഷാഇയൻ ഫി സാബിഖ്, തുഅദ്ദു സൈതറത്ത് ഹാലിയൻ, തഹ്ത സൈതറ
حاليا. Now under the control. മലേറിയ എന്തായിരുന്നു ആദ്യം വലിയൊരു വ്യാപകമായിട്ട് ഉള്ള പരിഗണിക്കപ്പെടുന്ന അങ്ങനെ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു രോഗമാണ്. മുമ്പത്തെ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അത് എന്താണ് നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബാക്കി കാര്യങ്ങൾ എന്താന്നൊക്കെ നമുക്ക് മുബഹമാണ്. അങ്ങനെ വരുമ്പോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോമട്ട് കൊടുക്കാം. പിന്നെ ലി ഫസ്ലി കലിമാത്ത് അവിൽ മജ്മുഅ വൽ ജുമൽ ഫി സിൽസില, ഒരേ സിൽസിലയിൽ വരുന്ന ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ കലിമത്തുകളെ ഫസ്ല് ചെയ്യാൻ. ഉദാഹരണം തസ്അൽ അദീദു മിന ശരിക്കാത്തിൽ അമരീകിയ ഇല ഇസ്തിഗ്ലാലിൽ അസ്വാഖിൻ നാശിഅ മിൻ ഖിലാലി മുമാറസത്തിൽ അമാൽ ഫി الصين والهند وأمريكا اللاتينية وروسيا وغيرها من دول الشرق الأوروبا. ഓക്കെ, ഒരുപാട് കൺട്രികളുടെ ഒരു മജ്മുഅനെ പറ്റി പറഞ്ഞപ്പോ അതിനെ ഓരോ കൺട്രികൾക്കിടയിലും ഇങ്ങനെ ഫോമിട്ട് കൊടുക്കും. അടുത്തത് ഒറ്റ വ്യക്തിയിൽ വരുന്ന വ്യത്യസ്തമായ ഗുണങ്ങളെ ഓരോന്നിനെയും മുഫസ്സിലായ രൂപത്തിൽ സെപ്പറേറ്റ് ചെയ്യാം, അതായത് വ്യത്യസ്തമായിട്ട് തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇസ്തസ്മറത്ത് ശരിക്ക ഫി മശ്റൂഇൻ ജദീദ് മുബ്തകിർ വസു താബിഇ. എന്ത് ചോദിച്ചോ? ഓക്കെ, മഷ്റൂഇൻ ജദീദ് മുബ്തകിർ വസു താബിഇൻ ഇജ്തിമാ, ഇതൊക്കെ ഈ ഒരു ശരിക്കയുടെ മഷ്റൂഇനെ വസ്ഫ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഓരോ വസ്ഫുകളെയും സിഫത്തുകളെയും എന്ത് ചെയ്തു, ഓരോന്നിനെയും വെവ്വേറെ കോമട്ടിട്ട് വേർതിരിച്ചു. ഇനി മറ്റൊന്നാണ് കൊട്ടേഷൻ മാർക്സ് എന്നുള്ളത്. അത് രണ്ട് രൂപങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താം. ഒന്നാമത്തേത് ഒരു വ്യക്തിയെ അയാളുടെ ഒരു പദത്തെ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ ഒരു ഡെഫിനിഷൻ, സ്വന്തമായ ഡെഫിനിഷനും മറ്റൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കോമയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അഹമ്മദ് അലിയുടെ ബഹസിനനുസരിച്ച് അക്കോർഡിംഗ് ടു എന്നുള്ള രൂപത്തില്. എന്നിട്ട് എന്താണ് ആ ബഹസിൽ പറയുന്നത് അല്ലെങ്കിൽ ആ കോണ്ടന്റ് എന്താന്നുള്ളത് അത് ഇൻവെർട്ട് കോമയിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ടേമിനെ തൗളീഹ് ചെയ്യാൻ വേണ്ടി അതിനെ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അതിന് എന്നുള്ളത് ഒരു മുസ്തലഹാണ്, ഒരു ടേം ആണ്. അപ്പൊ അതിനെയും നമ്മൾ ഇൻവെർട്ട് കോമയിൽ ഇട്ട് കൊടുക്കാം. അതായത് ചില മഫ്ഹൂമുകൾ ഉണ്ടാവും, അതിനൊക്കെ നമ്മൾ ഇൻവെർട്ട് കോമയിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇല തരീഖത്തി ലതി യുശജഉ ബിഹൽ മുതഅല്ലിമൂൻ അൽ മുശാറക ഫി അമലി തഅല്ലിം. ഉദാഹരണത്തിന്റെ അർത്ഥത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് അൻ നുക്തതാൻ, കോളൻ. കോളന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളിലാണ്. കൊട്ടേഷനുകളിൽ വരുന്നത് 3 നൗകളെ പറയാണ്, ആ ലിസ്റ്റ് പറയാണ്. ഈ മുഅസ്സസാത്ത് എന്ത് ചെയ്യുന്നു, അതിന് ആവശ്യമായി വരുന്നു, 3 തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നു. ഏതൊക്കെ തരത്തിലുള്ളതാണ്? ഇഖ്തിസാദി, എക്കണോമിക്കൽ, മാനവി, അതുപോലെ സിയാസി. ഓക്കെ, ഈ 3 തരത്തിലുള്ളത്. അപ്പൊ അതൊരു ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറയാണ്, ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഇന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അതിന് കോളനിട്ട് കൊടുക്കുക. അതുപോലെ ഒരു വിഷയം അതിന്റെ എക്സ്പ്ലെയിൻ കൊടുക്കുന്ന സമയത്ത് അബ്ദുൽ കിതാബത്തുൽ അക്കാദമിയ എന്താണ് കാരണം, അല്ല കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ മുമ്പായിട്ടും നമ്മൾ ഒരാളുടെ ഒരു കോട്ട് പറയുന്ന സമയത്തൊക്കെ നമ്മൾ അതിനൊക്കെ ഇട്ട് കൊടുക്കുക. അഷാറ കാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി പറയാണ്, അല്ലെങ്കിൽ അയാള് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇല അന്ന എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് എന്താണോ അതിന്റെ ആ കൊട്ടേഷന്റെ മുമ്പായിട്ട് നമ്മൾ കോളനിട്ട് കൊടുക്കുക. ഇനി അടുത്താണ് അൽ ഫാസിലത്തുൽ മൻഖൂത, സെമി. അത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ക്ലോസ്ലി റിലേറ്റഡ് ആയി കിടക്കുന്ന ജുംലകൾക്കിടയിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് കാനത്ത് നതായിജുൽ ബഹ്സ് ആസിമതൻ
ഫഖദ് അക്കദത്തിൽ ഫർദിയത്തുൽ ഉലിയ. ഇവിടെ സ്റ്റഡി റിസർച്ച് റിസൾട്ടുകൾ നതായിജുൽ ബഹ്സ് എന്താണ്? ഡെസിസീവ് ആണ്, അല്ലെ ഹാസിമത്താണ്. ഫഖദ് അക്കദത്തിൽ ഫർദിയത്തുൽ ഉലിയ. ഇറ്റ് കൺഫേംഡ് ദ ഇനീഷ്യൽ ഹൈപ്പോത്തസിസ്. അതിനോട് കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോ അതിന്റെ ഇടയിൽ നമ്മൾ സെമിക്കോളന് ഇട്ട് കൊടുക്കാന്നുള്ളത്. അതുപോലെ ഒരു കോംപ്ലിക്കേറ്റഡ് ലിസ്റ്റ് ഖായിമ മുഅഖദ, അതിലെ അനാസറുകൾ ഓരോ ഘടകങ്ങളെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് സലുമുൽ ലജ്ന, ജോൺ സ്മിത്ത് മുദീറുൽ മഷ്റൂ, വസാറ ജോൺസൺ അൽ ബാഹിസ റഈസിയ, മിഖായിൽ ബ്രൗൺ മസ്ഊലുൽ മാലിയ. മനസ്സിലായോ? ഈ ലജ്നയിൽ അംഗങ്ങളാകുന്നു, അതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ജോൺ സ്മിത്ത് എന്താണ്? മുദീറുൽ മഷ്റൂ. അങ്ങനെ ഓരോരുത്തരെയും അയാളുടെ പൊസിഷൻ എന്താന്ന് പറയുമ്പോൾ അതിന്റെ ഒക്കെ ഇടയിൽ നമ്മൾ ഈ ഒരു സെമിക്കോളന് ഇട്ടുകൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗമായി പറയാനുള്ളത്. ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അൻമാത്തുൻ ഷായിഅ ഫി കിതാബത്തിൽ മറാജി വൽ മസാദിർ. മറാജി മസാദിർ എഴുതുന്നതിൽ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്റ്റൈലുകൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിച്ച് പറയുന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രധാനമായിട്ട് വരുന്ന 4 സ്റ്റൈലുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, നിളാമുൽ ജംഇയ്യൽ അംരിക്കിയ ലി അൽമിൻ നഫ്സ്, APA സ്റ്റൈൽ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ, പക്ഷെ അതെങ്ങനെ എഴുതേണ്ടെന്ന് ഒന്ന് ജസ്റ്റ് വിവരിക്കാം. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഇത് APA സ്റ്റൈല് റെഫറൻസ് എഴുതുമ്പോൾ നമ്മൾ ML സ്റ്റൈൽ ഉപയോഗിക്കാന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ APA സ്റ്റൈല്? APA സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഫീൽഡിലുള്ള എഴുത്തുകൾക്കാണ്? അൽ ഉലൂമുൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ സയൻസസിലാണ് വരിക. ഉദാഹരണത്തിന് സൈക്കോളജി, അതുപോലെ എഡ്യൂക്കേഷന് ഒക്കെ അതിൽ വരും. പിന്നെ മിസാലും ദാഖിൽ അനസ്. ഇനി ഒരു ഇൻട്രസ്റ്റ് സിറ്റുവേഷനിൽ അത് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇൻട്രസ്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വിഫല്ലി എന്നൊക്കെ പറഞ്ഞ് എഴുതൂലേ, അങ്ങനെ വരുമ്പോൾ മുഅല്ലിഫ് ഓദർ പേര് കൊടുക്കുക, കോമ ഇട്ടിട്ട് ശ്രദ്ധിക്കണം. കോമക്ക് വരെ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. മുഅല്ലിഫ് ഓദർ കോമ സന ഇയർ, ഈ രൂപത്തിലാണ് എഴുതുക ഇൻട്രസ്റ്റ് സിറ്റുവേഷൻ ആയിട്ട്. എന്നാൽ മസാദിർ മറാജി എഴുതുന്ന ഭാഗത്ത് എഴുതുമ്പോൾ മുഅല്ലിഫ് ആദ്യം ഓദറ പേര് കൊടുക്കുക, പിന്നെ അൽ ഹർഫുൽ അവൽ മിനൽ ഇസ്മ എന്നുള്ള ബാക്കി ഹർഫുൽ അവൽ കൊടുക്കാം. ആദ്യത്തെ അക്ഷരം ലെറ്റർ ഏതാണോ അത് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഓദർ പേര് കൊടുക്കുക, പിന്നെ ആദ്യത്തെ ലെറ്റർ കൊടുക്കുക, പിന്നെ അസന ഇയർ ബ്രാക്കറ്റിൽ കൊടുക്കുക, പിന്നെ ഒൻവാനുൽ കിതാബ് ബുക്ക് ടൈറ്റില്, നാഷിർ പബ്ലിക്കേഷൻ ആരാണെന്ന്, പബ്ലിഷർ ആരാന്നുള്ളത് അത് കൊടുക്കുക. ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞുതരാം. റുഷ്ദി അഹമ്മദ് ത്വയ്മ എന്ന ഒരു എഴുത്തുകാരന്റെ ഓദറുടെ ഒരു പുസ്തകത്തെ നമ്മൾ തത്വീർ മനാഹിജ് ലോകത്തിൽ അറബിയ എന്ന പുസ്തകത്തെ വെച്ചിട്ട് നമുക്കൊരു ഉദാഹരണം പറയാണ്. അത് ഇൻട്രസ്റ്റ് സിറ്റുവേഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ ആദ്യം മുഅല്ലിഫ് ത്വയ്മ കോമ 2020 ഇയർ കൊടുക്കുക, പിന്നെ മസാദിർ മറാജി എഴുതുന്ന സമയത്ത് തവീമ എന്ന് കൊടുക്കുക, പിന്നെ റുഷ്ദി അഹമ്മദ് എന്നുള്ളതിന്റെ ഓരോന്നിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രം കൊടുക്കുക, പിന്നെ ഇയർ ബ്രാക്കറ്റിൽ കൊടുക്കുക, പിന്നെ ബുക്ക് ടൈറ്റിൽ കൊടുക്കുക, പിന്നെ പബ്ലിഷർ. അതാണ് ഇത് എഴുതുന്ന ഫോർമാറ്റ്, APA ഫോർമാറ്റ്. ഇനി അടുത്തത് MLA ഫോർമാറ്റ്, നിളാം റാബിത്തത്തുൽ ലോൽ ഹദീസ, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. അത് ഉപയോഗിക്കുന്നത് ഉലൂമുൽ ഇൻസാനിയ, ഹ്യൂമാനിറ്റീസിലാണ്. ഹ്യൂമാനിറ്റീസ് പറയുമ്പോൾ അതിൽ അദബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെ ദാഖിൽ നസ് സിറ്റുവേഷൻ ആയി വരുമ്പോൾ ഓദർ പേര്, പിന്നെ കോമൊന്നുമില്ല കേട്ടോ, പിന്നെ സഫ പേജ് നമ്പർ കൊടുക്കുക. നമ്മൾ എടുക്കുന്നത് ഏതിനാണോ എടുത്തത് ആ പേജ് നമ്പർ കൊടുക്കുക. ഇനി അത് റെഫറൻസിന്റെ ഭാഗത്ത് കൊടുക്കുമ്പോൾ ഇസ്മുൽ ആയില, ലാസ്റ്റ് നെയിമിനാണ് ഇവർ ഇസ്മുൽ ആയില എന്ന് ഉപയോഗിക്കുക കേട്ടോ. ഇസ്മുൽ ആയില നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് നെയിം. പിന്നെ അൽ ഇസ്മുൽ അവൽ ലിൽ മുഅല്ലിഫ്, മുഅല്ലിഫിന്റെ ആദ്യ പേര് കൊടുക്കുക, പിന്നെ ഉൻവാനുൽ കിതാബ് പുസ്തകത്തിന്റെ ടൈറ്റിൽ, നാഷിർ പബ്ലിഷർ, സന ഇയർ. മിസാൽ ദാഖിൽ റുഷ്ദി അഹമ്മദ് ത്വയ്മ എന്നില് ലാസ്റ്റ് നെയിം, പിന്നെ പേജ് നമ്പർ 45. മറാജി മസാദിർ എഴുതുമ്പോ ത്വയ്മ, പിന്നെ ഇസ്മുൽ അവൽ റുഷ്ദി അഹമ്മദ്, കണ്ടോ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, ഇതാണ് ഇസ്മുൽ ആയില. പിന്നെ ബുക്കിന്റെ പേര്, പിന്നെ പബ്ലിഷർ, ലാസ്റ്റ് ആണ് ഇയർ വരുന്നത്. ഓക്കെ,
അടുത്തത് ഷിക്കാഗോ സ്റ്റൈൽ. ഷിക്കാഗോ ഉപയോഗിക്കുന്നത് താരീഖ്, അതുപോലെ ഹ്യൂമാനിറ്റീസിലും ഹിസ്റ്ററിയിലും ഉലൂമുൽ ഇൻസാനിയ. ഓക്കെ. ദാഖിൽ നസ് ഇൻ ടെസ്റ്റ് സിറ്റുവേഷൻ ആകുമ്പോൾ ഉപയോഗിക്കുന്നത് ഹവാഷി. ഹവാഷിയിൽ ഫുട് നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റഡിയിലൊക്കെ, വലിയ വലിയ സ്റ്റഡി ബുക്സിലൊക്കെ, റിസർച്ച് പേപ്പറുകളൊക്കെ ഉള്ള ബുക്സിലൊക്കെ, അല്ലെങ്കിൽ പേപ്പറുകളിലൊക്കെ കാണാം ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ ഹവാഷി കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അതിലിങ്ങനെ നമ്പർ ഒരു വേർഡിന്റെ അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ ജുംലന്റെ ഏറ്റവും അവസാനത്തിൽ ഒരു നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ 3 നമ്പറുകൾ ഇട്ട് കൊടുത്തായിട്ട് കണ്ടു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഷിക്കാഗോ സ്റ്റൈൽ ആണത്. ഷിക്കാഗോ സ്റ്റൈലിൽ നമ്മൾ നിഹായത്തുൽ ജുംല, ജുംലന്റെ എൻഡിൽ നമ്മൾ ചെറിയ എന്താ ചെയ്യാ സ്മോൾ നമ്പേഴ്സ് കൊടുക്കുക. ഇഖ്തിബാസാത്ത് അസ്ഫല സഫ, linking to citations at the bottom of the page. Okay. പിന്നെ മസാദിർ മറാജിന്റെ ഭാഗത്ത് എഴുതുമ്പോ ആദ്യം ഇസ്മുൽ ആയില ലാസ്റ്റ് നെയിം കൊടുക്കാം, ഓദറിന്റെ ലാസ്റ്റ് നെയിം, പിന്നെ ഇസ്മുൽ അവ്വല്, ഉൻവാനുൽ കിതാബ്, നാഷിർ, സന, തഈമ, റുഷ്ദി, അഹ്മദ്, തത്വീർ മനാഹിജുൽ അറബിയ, തർഫിഖർ, പിന്നെ സന. ഇനി ലാസ്റ്റത്തെ ഒരു ഫോർമാറ്റ് ആണ് നിലാം ഹാർവാർഡ്, ഹാർവാർഡ് സ്റ്റൈൽ. ഹാർവാർഡ് സ്റ്റൈലിലെ മുതാദ്ദിദ് തഖസ്സുസാത്ത്, ഇതില് മെനി ഡിസിപ്ലിൻസ്, പ്രധാനമായിട്ടും UK-യിലുള്ള ഡിസിപ്ലിൻസ് ഇതാണ് ഉപയോഗിക്കുന്നത്. എത്ര കോമൺ അല്ല നമുക്കിടയിൽ. മിസാലു ദാഖിൽ നസ്, മുഅല്ലിഫ്, സന, ഇയർ, കോമ ഇല്ലാതെ ഓദർ, പിന്നെ ഇയർ. മിസാലു ഫി ഖായിമത്തുൽ മറാജിഅ്, ഇസ്മുൽ ആയില, അൽ ഹർഫുൽ അവൽ മിനൽ ഇസ്, സന ബ്രാക്കറ്റിലെ, ഉൻവാനുൽ കിതാബ്, നാഷിർ. ഇനി ഉദാഹരണം, ഇതിന്റെ ഒരു ഉദാഹരണം പറയാം. ദാഖിൽ നസ് ആകുമ്പോ തഈമ, പിന്നെ ഇയർ കൊടുക്കാം. ഖായിമത്തുൽ മറാജി ആണെങ്കിൽ തഈമ, പിന്നെ റുഷ്ദി അഹമ്മദ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ്, പിന്നെ സന ബ്രാക്കറ്റിലെ, തത്വീർ മനാഹിജുൽ അറബിയ, ഉൻവാനുൽ കിതാബ്, ദാറുൽ ഫിഖർ, നാഷിർ. ഈ രൂപങ്ങളാണ് നമ്മൾ, ഈ 4 ഫോർമാറ്റുകളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത്. വേറെ ഉണ്ട്, കുറച്ച് കോമൺ ആയിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുത്തിലുടനീളം ഒരു എഴുത്തിൽ നമ്മൾ ഒരു സ്റ്റൈല് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അതിന്റെ എല്ലാ റെഫറൻസിനും നമ്മൾ ആ ഒറ്റ സ്റ്റൈൽ തന്നെ ആണ് എടുക്കേണ്ടത്. വേറെ സ്റ്റൈലുകൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ APA സ്റ്റൈലാണ് തിരഞ്ഞെടുത്തെങ്കിൽ കംപ്ലീറ്റ് എല്ലാ മസാദിർ മറാജിലും ഇൻഡസ്ട്രി സിറ്റേഷൻ ഒക്കെ എഴുതുന്നതിലൊക്കെ നമ്മൾ ആ ഒരു APA സ്റ്റൈൽ രീതിയിലാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതുന്ന എഴുത്തുകൾക്ക് സ്വീകാര്യത കൂടും. പ്രത്യേകിച്ച് നമ്മൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള പബ്ലിഷിംഗ്സിനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യണം. അല്ലാത്തതൊക്കെ തള്ളപ്പെടാറുണ്ട്, അനുഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പറയാണ്, പ്രത്യേകിച്ചും നമ്മൾ എഴുത്തിന്റെ ഒരു സ്വീകാര്യത കിടക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ കൂടിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഓടിച്ചു പോയിട്ടുണ്ട് തിയറി പാർട്ട് ആയതുകൊണ്ട്. ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സാറ് പറഞ്ഞിരുന്നു യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ വിഷയമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന. അൽഹംദുലില്ലാഹ്. ഇനിയുള്ള അവസരം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. പല ആളുകൾക്കും പല ടേംസും ആദ്യമായിട്ടൊക്കെ കേൾക്കായിരിക്കും. അപ്പൊ അത് കേട്ടിട്ട് പഠിച്ചാൽ എന്തൊക്കെ എന്താന്ന് ചിന്തിക്കണ്ട. വളരെ സിമ്പിളാണ്. നമ്മളൊരു വിഷയത്തിൽ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുമ്പോഴാണ് പുതിയ നോളജ് കിട്ടുന്നത്. പുതിയ നോളജ് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു വിഷയം നന്നായി പഠിക്കാനുള്ള ഒരു അഭിരുചിയും അതുപോലെ തന്നെ ഒരു ത്വരയുണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ഹലോ മിസ്. ഓക്കെ, പറഞ്ഞോ. നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ പേഴ്സണലി പേഴ്സണലി ഇൻഷാ അല്ലാഹ് ഞാൻ അയക്കാം. നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ നമ്മള് ഈ അക്കാഡമിക് റൈറ്റിങ്ങില് മിസ് പറഞ്ഞല്ലോ നമ്മള് ഗൂഗിളിൽ നിന്ന് അതുപോലെ കട എടുക്കുന്നതൊക്കെ ഒഴിവാക്കണം. അതെ,
അപ്പൊ നമ്മള് പുതുതായിട്ട് ഒരാളിങ്ങനെ എഴുതി തുടങ്ങുന്ന സമയത്ത് എന്തിന്റെ സഹായത്തിലാണ് ചെയ്യാൻ പറ്റുക? അതായിട്ടുള്ള ബുക്കുകൾ ഉണ്ടോ, അതോ എങ്ങനെ നമ്മള് പുതിയ വേർഡ്സ് ഒക്കെ കണ്ടെത്തുക? അതെ, ഇപ്പൊ നമുക്ക് ഈ അക്കാഡമിക് റൈറ്റിംഗ് ആവുമ്പോ ആ ഒരു ഫീൽഡിലുള്ള എഴുത്തുകളെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഇത്തരം എഴുത്തിൽ നമ്മൾ മെച്ചപ്പെടണം അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമ്മൾ ഇംപ്രൂവ്ഡ് ആണെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ഒരിക്കലും ചെറിയ എഴുത്തുകളിലെ അവലംബിക്കരുത്. വലിയ സ്റ്റഡീസ് തന്നെ വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അതിനുള്ള സോഴ്സ് എന്താണെന്ന് ചോദിച്ചാല് ഗൂഗിളിൽ തന്നെ ഒരുപാട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൈറ്റുകൾ ഉണ്ട്. ഇൻഷാല്ല ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനത് ഒരു പാർട്ടായിട്ട് നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ ഓൾറെഡി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇൻഷാല്ല ആ ഭാഗത്ത് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് സോഴ്സുകൾ ഉണ്ട്, ഫ്രീ ആയിട്ട് ഉള്ളതും നമുക്ക് പെയ്ഡ് ആയിട്ട് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഇൻഷാല്ല അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അതായത് നമുക്ക് ഏത് ഭാഷയിലാണെങ്കിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ആ രീതിയിൽ ബ്രൗസ് ചെയ്താൽ ഇംഗ്ലീഷിലുള്ള സ്റ്റഡീസ് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് കുറച്ച് കേട്ട് കേൾവിയുള്ളതാണ്, നമുക്കറിയാം പിന്നെ ഈ ശോധഗംഗ പോലുള്ളത്. ശോധഗംഗ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഡിഗ്രി തലത്തിലൊക്കെ തന്നെ പലരും അത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഉണ്ട്. ഇൻജസ്റ്റോർ എന്നൊക്കെ പറയുന്ന ഒരുപാട്, അതുപോലെ റിസർച്ച് ഗേറ്റ്, ഇതൊക്കെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന കുറച്ച് സൈറ്റുകളാണ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഒരു നല്ല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ബ്രൗസ് ചെയ്യാം, അറബിയിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അറബിയിലുള്ള സ്റ്റഡീസ് ഒക്കെ കിട്ടും. അപ്പൊ അത് നമ്മൾ വായിക്കുക. ചിലത് നമുക്ക് PDF റീഡിങ് ഇങ്ങനെ തഹ്മീൽ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ ഈ റീഡിങ് ആയിട്ട് പറ്റും. ചിലത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാ രീതിയിലും ഉള്ളതുകൊണ്ട് ഇൻഷാല്ല അത് ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്താം. ഓക്കെ, മറ്റൊരു ചോദ്യം, റെഫറൻസിന്റെ ഭാഗത്ത് 4 ഫോർമാറ്റ് പറഞ്ഞിരുന്നല്ലോ, ഏത് ഫോർമാറ്റ് ഫോളോ ചെയ്യാമോ? അപ്പൊ അതിന്റെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡുകൾ പറഞ്ഞല്ലോ. പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത് ആദ്യം പറഞ്ഞ MLA ഫോർമാറ്റും APA ഫോർമാറ്റും ആണ്. നമ്മുടെ എഴുത്തുകളൊക്കെ കൂടുതലും ആ ഒരു മജാലുമായി ബന്ധപ്പെട്ടതാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഫീൽഡിലുള്ളതാണോ അതിനനുസരിച്ചുള്ള ഫോർമാറ്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, നമുക്ക് നമ്മളെ ചാറ്റ് ബോക്സിൽ ഒരു സർവേ ഉണ്ട്. അപ്പൊ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ അതിന്റെ ഞങ്ങളെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് അതെന്തെങ്കിലും ചെയ്യും. മിസ്സിനോട് പേഴ്സണൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. എന്തും ചോദിക്കാം, നിങ്ങൾക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങള് പേഴ്സണലി ചോദിക്കാം. അതെ, എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അത്രത്തോളം ഉപയോഗപ്പെടുത്താം. മിസ് അതിന് തയ്യാറാണ്, അത്രയും പാഷനേറ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരുന്നതൊക്കെയാണ്. ഞാൻ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിരുന്നു, നല്ല ഡെപ്ത്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് നല്ല ഉപകാരം ഉണ്ടാവും. എന്നാ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.